എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനാണ് കേട്ടോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ എന്താ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പാത്രത്തിൽ ഞാൻ അരിമാവ് സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു അരിമാവ് യൂസ് ചെയ്തിട്ടാണ് ഫേസ് വാഷ് ചെയ്യാറ്. ആഴ്ചയിൽ 3 പ്രാവശ്യം മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാറ്. അതല്ലാത്ത ദിവസങ്ങളിലെല്ലാം സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഫേസ് വാഷ് വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്യാറ്. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാവും. സ്കിൻ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആവും. പിന്നെ സ്കിൻ നന്നായിട്ടൊന്ന് ക്ലിയർ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാവ് വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ദോശയ്ക്കും പിന്നെന്താ അപ്പത്തിനൊക്കെ നമ്മൾ അരക്കില്ലേ, വീട്ടിൽ അരയ്ക്കുന്ന ആ ഒരു മാവ് നമ്മൾ പുളിക്കുന്നതിന് മുൻപ് പുളിച്ച മാവ് എടുക്കരുത്. നമ്മൾ അരച്ച് ആ ഒരു മാവ് അപ്പം തന്നെ മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. കുറേ ദിവസം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. നല്ല രീതിക്ക് നമുക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ആഴ്ചയിൽ 3 ദിവസം ഞാൻ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് എമൗണ്ട് എടുത്ത് ഇങ്ങനെ ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിനുശേഷം സാധാരണ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് കളയും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഫേസ് വാഷ് ചെയ്യാറ്, ആഴ്ചയ്ക്ക് 3 പ്രാവശ്യം. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട്, അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആയിരുന്നു കേട്ടോ, ഫേസ് വാഷ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് ടോണറാണ് കേട്ടോ. ഇത് വന്നിട്ട് ഗുഡ് വൈബ്സിൻ്റെ ഗ്രീൻ ടീ ടോണറാണ്. ഇങ്ങനെ ഫേസ് മുഴുവനായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്ന് കൈവച്ചിട്ടൊന്ന് മുഴുവനായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കൈവച്ചിട്ടൊക്കെ ഒന്ന് വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പ്രൊഡക്റ്റും നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റിന് ശേഷമേ അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് മുഴുവനായിട്ടും ഫേസിലൊന്ന് അബ്സോർബ് ആവണം. അതിനുശേഷം നമുക്ക് വീണ്ടും സ്റ്റെപ്സ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഇത് വന്നിട്ട് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് സിറമാണ് കേട്ടോ. ഈ ഒരു സിറം വന്നിട്ട് ഡെർംഡോക്കിൻ്റെ 2% സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് സിറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്കിൻ ടൈപ്പ് വന്നിട്ട് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് കേട്ടോ. പക്ഷേ ആക്നെ പ്രോൺ സ്കിന്നൊന്നും അല്ല. വല്ലപ്പോഴൊക്കെ ഓരോ കുരുക്കൾ വരുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ എൻ്റെ കവിളിലൊരു കുരുവുണ്ട്. പക്ഷേ ഇത് ഞാൻ അങ്ങനെ വാങ്ങിച്ചപ്പം ഇപ്പം തീരാത്തപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സാലിസിലിക് ആസിഡ് വന്നിട്ട് അല്ലാണ്ട് ഞാൻ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ ഇത് ഫേസിലെല്ലാം മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം വീണ്ടും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്കൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് താനും. നല്ലതാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം ഞാൻ ഇതാണ് കേട്ടോ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ വന്നിട്ട്. അതിങ്ങനെ ഡോട്ട് ആക്കിയിട്ട് ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ എന്തെല്ലാം പ്രൊഡക്റ്റ് നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു എന്നുള്ളതിൽ കാര്യമില്ല കേട്ടോ. ഒരുപാട് പാക്കൊക്കെ നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്തു, സ്കിൻ വൈറ്റനിങ്ങിന്, അതിനൊന്നും ഒരു കാര്യമില്ല. നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഒരു റെഗുലറായിട്ട് നമ്മൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതും യൂസ് ചെയ്യേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമ്മൾ എന്തായാലും ഒരു സ്കിൻ കെയർ, അതിപ്പോൾ മോർണിംഗ് ആണെങ്കിലും ശരി നൈറ്റ് ആണെങ്കിലും ശരി, മസ്റ്റായിട്ട് നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സൺസ്ക്രീൻ ആണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് വന്നിട്ട് പോൺസിൻ്റെ സൺസ്ക്രീൻ ആണ്. ഇതിന് ഫേസിലും നെക്കിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു വൈറ്റ് കാസ്റ്റ് ഒക്കെ ചെറുതായിട്ടുണ്ടാവും. എല്ലാ സൺസ്ക്രീനിലും, ഒട്ടുമിക്ക സൺസ്ക്രീനിലും വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതങ്ങ് തന്നെ മാറിക്കോളൂ കേട്ടോ. അപ്പം നെക്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിത് വീട്ടിലിരിക്കുന്നതുകൊണ്ട് പുറത്തൊന്നും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഫേസിലാണ് ഞാൻ അങ്ങനെ വീടിൻ്റെ പുറത്ത് മുറ്റത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങുന്ന കൂട്ടത്തിലല്ല കേട്ടോ. അങ്ങനെ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനൊരു ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡോട്ട് ആൻഡ് കീൻ്റെ ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് തന്നെയാണ് കേട്ടോ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ വന്നിട്ട്. പക്ഷേ നൈറ്റിൽ ഞാൻ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ.